ഡെഡ്ലി ഹാർട്ട് അധ്യായം 14. അത്തരത്തിലുള്ള ഒരാളെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു. ഡാലിയയെ ഒരിക്കലും അന്യരുമായി ഇടപഴകുവാൻ അനുവദിക്കരുത്. അവളെ സൂക്ഷിച്ചു കൊള്ളുമല്ലോ. പിന്നെ ഒരു കാര്യം, അവളുമായി ബന്ധപ്പെടുവാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ചീഫിനെ വിവരമറിയിക്കണം. അവളെ വകവരുത്താനോ കടത്തിക്കൊണ്ടു പോകാനോ ആരെങ്കിലും വരാതിരിക്കുകയില്ല. പുഷ്പരാജ് ഡോക്ടർക്കൊരു മുന്നറിയിപ്പ് നൽകി. മോഹിനിയും ഡിറ്റക്റ്റീവ് പുഷ്പരാജും ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. ബാനർജിയുടെ വസതിയിലേക്കാണ് അവർ പോയത്. അവിടെ അവർ അപരിചിതനായ ഒരു മനുഷ്യനെ കണ്ടു. ഇത് ഡോക്ടർ റോഷൻ ചക്രവർത്തി. ഇദ്ദേഹം ബംഗാളിൽ നിന്നും വരികയാണ്. ബാനർജി പരിചയപ്പെടുത്തി. 50 വയസ്സിനുമേൽ പ്രായം തോന്നിക്കുന്ന റോഷൻ ചക്രവർത്തി കുലീനത തോന്നിക്കുന്ന ഒരു മുഖത്തിന്റെ ഉടമയായിരുന്നു. ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഞാൻ ഇദ്ദേഹവുമായി സംസാരിച്ചു. ബാനർജി തുടക്കമിട്ടു. എന്താണ് താങ്കളുടെ അഭിപ്രായം? പുഷ്പരാജ് ചോദിച്ചു. ചില മനുഷ്യർക്ക് അത്ഭുതകരമായ പല സിദ്ധികളുമുണ്ട്. പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. ടെലപ്പതി, പാരാസൈക്കോളജി എന്നീ വിഭാഗങ്ങൾ ഇപ്പോൾ പരീക്ഷണങ്ങളിൽ ഇരിക്കുന്നതേയുള്ളൂ. ശാസ്ത്രീയ വീക്ഷണത്തിൽ കൂടി നാം അതിനെ അപഗ്രഥിക്കുവാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് തെളിയിക്കത്തക്ക മാർഗങ്ങൾ ലഭിച്ചില്ലെന്ന് വരും. ചില മനുഷ്യർക്ക് മറ്റുള്ളവരെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയും. അകലം അതിനൊരു പ്രശ്നമല്ല. മന്ത്രവാദം എന്നൊക്കെ നാം അതിനെ വിശേഷിപ്പിക്കുന്നു. ഇവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരവർ ചെയ്തിട്ടുള്ളത് സ്വന്തമായുള്ള ബോധത്തോടെയല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള അമാനുഷിക സിദ്ധികൾ ലഭിച്ചിട്ടുള്ള പലരെയും പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയിട്ടുണ്ട്. അതിതീക്ഷ്ണതയുള്ള നോട്ടത്തിലൂടെ സ്പൂണുകളും കമ്പികളും വളയ്ക്കുന്ന യൂറി ഗെല്ലർ, ടെലപ്പതിയിൽ കൂടി അസാധാരണങ്ങളായ കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുള്ള വോൾഫ് മെസ്സിംഗ്, ചിന്തയുടെ ഫോട്ടോഗ്രഫിയിൽ കൂടി ദൂരദൃശ്യങ്ങൾ പകർത്തി കാണിച്ച ടെസ് തുടങ്ങിയവർ ഈ പരീക്ഷണത്തിന് വിധേയരായവരാണ്. 1882 ബ്രിട്ടീഷ് സൊസൈറ്റി ഓഫ് സൈക്കിക് റിസർച്ച് എന്ന ഗവേഷണ കേന്ദ്രമാണ് ഇത്തരത്തിലുള്ള അത്ഭുത പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠനത്തിന് തുടക്കമിട്ടത്. ഡോക്ടർ തുടർന്നു. ടെലിപ്പതിയിൽ കൂടി വളരെ അകലെ ഇരിക്കുന്നവരുടെ മനസ്സുകളെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയും. പക്ഷേ അവരും ഈ നിയന്ത്രിക്കുന്നവരും പരിചിത വലയത്തിലുള്ളവരായിരിക്കണം. ക്രൂരകൃത്യങ്ങൾ വരെ ഇപ്രകാരം ചെയ്യിക്കുവാൻ കഴിയും. നാം അറിയാതെ നമ്മെക്കൊണ്ട് കൊലപാതകങ്ങൾ വരെ നടത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും. പക്ഷെ അത് ചെയ്യുന്നവർ സ്വയം അറിഞ്ഞെന്ന് വരില്ല. മിസ്റ്റർ ബാനർജി വിശദീകരിച്ചു. ആ കൊലപാതകം ഇത്തരത്തിലുള്ളതായിരിക്കും. കൊലക്കുറ്റം ചെയ്തതായി നാം കരുതുന്ന രതീഷ് ഇത്തരത്തിലുള്ള മാസ്മര ശക്തിക്ക് വിധേയമായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾ കവർച്ച ചെയ്താൽ ഇതിൽ കൂടുതൽ പണം ലഭിക്കുകയില്ലേ? പുഷ്പരാജ് സംശയം പ്രകടിപ്പിച്ചു. ഒരു സമയത്ത് ഒരാളെ മാത്രമേ ഈ മാസ്മര ശക്തിക്ക് അടിമയാക്കുവാൻ കഴിയുകയുള്ളൂ. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ലല്ലോ. താങ്കൾക്ക് ടെലിപ്പതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാമോ? പുഷ്പരാജ് തിരക്കി. ഞാൻ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു. ഇന്നു തന്നെ മടങ്ങുമോ? ഉവ്. ഏതു ഹോട്ടലിലാണ് താമസിക്കുന്നത്? അദ്ദേഹം ഹോട്ടലിന്റെ പേരു പറഞ്ഞു. അന്ന് രാത്രി കാണാമെന്നു പറഞ്ഞു. റോഷൻ ചക്രവർത്തി പിരിഞ്ഞു. ഇവിടെ നടന്നിരിക്കുന്ന കൊലപാതകത്തെ ഇതുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയുമോ? പുഷ്പരാജ് ആരാഞ്ഞു. മിസ്റ്റർ ചക്രവർത്തിയുടെ അഭിപ്രായത്തിൽ അങ്ങനെ തോന്നുന്നു, ബാനർജി പറഞ്ഞു. ആ മനുഷ്യനെ നാം എങ്ങനെ കണ്ടുപിടിക്കും? പുഷ്പരാജ് ചിന്തയിലാണ്ടു. അമാനുഷിക ശക്തിയുള്ള ഒരു ഭീകരനെയാണ് നാം നേരിടുവാൻ പോകുന്നത്, ബാനർജി ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ ഇറങ്ങുന്നു. മോഹിനിയും പുഷ്പരാജും ഇറങ്ങി. അവർ ഡോക്ടർ വിശ്വദേവുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടുന്ന ആ യുവതിയിൽ കൂടി ആ മാസ്മര ശക്തിയുള്ളവനെ കണ്ടുപിടിക്കുവാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്, വിശ്വദേവ് അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ഞാനും കരുതുന്നത്, പുഷ്പരാജ് പറഞ്ഞു. പുഷ്പരാജ് വിശ്വദേവിന്റെ ബംഗ്ലാവിൽ നിന്നും ഇറങ്ങി. അദ്ദേഹം നേരെ ഹോട്ടലിലേക്കാണ് പോയത്. തനിക്ക് അപകടം സംഭവിച്ച ആ മുറി അദ്ദേഹം വിട്ടിരുന്നില്ല. ചെന്നൈയുടൻ തന്നെ അദ്ദേഹം ആ മുറി മുഴുവൻ ഒരു പരിശോധന നടത്തി നോക്കി. അവളുടേതെന്ന് പറയുവാൻ ആ മുറിക്കുള്ളിൽ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മണി 12 കഴിഞ്ഞു. ഹോട്ടലിൽ എല്ലാ മുറികളിലും വിളക്കുകൾ അണഞ്ഞിരുന്നു. കട്ടിലിൽ തലയണ ചാരിവെച്ച് അദ്ദേഹം ടെലപ്പതിയെക്കുറിച്ച് ഒരു ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ടെലിഫോൺ ബെൽ ശബ്ദിച്ചു. പുഷ്പരാജ് റിസീവർ എടുത്തു. ഡോക്ടർ സമദിന്റെ ഫോണായിരുന്നു. റിസീവർ വച്ച ശേഷം ധൃതിയിൽ വേഷം മാറി അദ്ദേഹം പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ മുഖത്ത് ഉത്കണ്ഠ വളർന്നിരുന്നു. അതോടൊപ്പം ഒരു നിരാശാബോധം തെളിഞ്ഞു വന്നു. കാറിൽ അദ്ദേഹം പായുകയായിരുന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടർ സമദ് അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു.
ഇതെങ്ങനെ സംഭവിച്ചു? ചെന്നു കയറിയ ഉടൻ പുഷ്പരാജ് ചോദിച്ചു. വരൂ, ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഡോക്ടർ അതിവേഗം മുന്നിൽ നടന്നു. വാതിൽ തുറന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സ്വപ്നത്തിലെന്നതുപോലെ അദ്ദേഹം അത് നോക്കിക്കൊണ്ടു നിന്നു. അവിശ്വസനീയമായ ഒരു സംഭവം പോലെ ആ കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയത്തെ മതിച്ചു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? അദ്ദേഹം ചോദിച്ചു. താങ്കൾക്ക് ഞാൻ ഫോൺ ചെയ്യുന്നതിന് 30 മിനിറ്റ് മുൻപ്, ഡോക്ടർ താണസ്വരത്തിൽ പറഞ്ഞു. ഡാലിയയുടെ ശരീരം കത്തിക്കരിഞ്ഞു. തൊട്ടാൽ ഉടയുന്നത് പോലെ കാണപ്പെട്ടു. അതിൽ നിന്നും അപ്പോഴും നേരിയ തോതിൽ പുക ഉയർന്നുകൊണ്ടിരുന്നു. ജനാലകൾ തുറന്നിട്ടിരുന്നു. രൂക്ഷമായ ഒരു ഗന്ധം ആ മുറിക്കുള്ളിൽ വ്യാപിച്ചിരുന്നു. തൊട്ടാൽ പൊടിയുന്നത് പോലെ ചാരക്കട്ട പോലെയാണ് അത് കാണപ്പെട്ടത്. ഇതെങ്ങനെയാണ് ഡോക്ടർ? പുറത്തേക്ക് നടന്നുകൊണ്ട് പുഷ്പരാജ് ചോദിച്ചു. മെഡിക്കൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ മുറിക്കുള്ളിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. എങ്കിലും ഇതെങ്ങനെ സംഭവിച്ചുവെന്നാണ് താങ്കൾ കരുതുന്നത്? പുഷ്പരാജ് തിരക്കി. ഫോസ്ഫറസ് ശരീരത്തിൽ അധികം അളവിലുണ്ടെങ്കിൽ ശരീരം ഇപ്രകാരം ഇരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പാശ്ചാത്യ നാടുകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി താങ്കൾ കേട്ടിട്ടില്ലേ? ഡോക്ടർ ചോദിച്ചു. ഉണ്ട്, ഞാൻ എങ്ങോ വായിച്ചതായി ഓർക്കുന്നു. ശരീരത്തിൽ ഫോസ്ഫറസിന്റെ അംശം വർദ്ധിക്കുമ്പോൾ ശരീരം തനിയെ എരിഞ്ഞ് ചാമ്പലാകുമെന്ന് അദ്ദേഹം വായിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടാണ്. ഡിറ്റക്റ്റീവ് പുഷ്പരാജിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സ്വപ്നത്തിലെന്നതുപോലെ അദ്ദേഹം അത് നോക്കിക്കൊണ്ടു നിന്നു. അവിശ്വസനീയമായ ഒരു സംഭവം പോലെ ആ കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയത്തെ മതിച്ചു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? അദ്ദേഹം ചോദിച്ചു. താങ്കൾക്ക് ഞാൻ ഫോൺ ചെയ്തതിന് 30 മിനിറ്റ് മുമ്പ്, ഡോക്ടർ താണസ്വരത്തിൽ പറഞ്ഞു. ശരീരത്തിൽ ഫോസ്ഫറസിന്റെ അംശം വർദ്ധിക്കുമ്പോൾ ശരീരം തനിയെ എരിഞ്ഞ് ചാമ്പലാകുമെന്ന് അദ്ദേഹം വായിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടാണ്. അത് പെട്ടെന്നാണോ സംഭവിക്കുക? പുഷ്പരാജ് ചോദിച്ചു. എപ്പോഴും സംഭവിക്കാം. രക്തത്തിൽ ഫോസ്ഫറസ് അമിതമായ അളവിലുണ്ടായാൽ അത് ശരീരത്തിലെ കോശങ്ങളിലേക്ക് വ്യാപിക്കും. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശരീരം ജീർണിക്കുവാൻ തുടങ്ങും. ഒടുവിൽ ചാമ്പലാവുകയും ചെയ്യും. നടു റോഡിൽ വെച്ച് ഇങ്ങനെ കത്തിയെരിയുന്ന മനുഷ്യരെ കണ്ടവരുണ്ട്. ഫോസ്ഫറസ് കൂടിയ അളവിൽ ശരീരത്തിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയുമോ? പുഷ്പരാജ് ചോദിച്ചു. കഴിയും. പക്ഷെ അത് ഇവിടെ എങ്ങനെ സംഭവിച്ചുവെന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരെങ്കിലും ആ മുറിക്കുള്ളിൽ കടന്ന് അത് ചെയ്തതായിരിക്കാൻ വഴിയില്ലേ? സാധിക്കും. ദ്രാവക രൂപത്തിൽ രാസപരിവർത്തനം ചെയ്ത ഫോസ്ഫറസ് രക്തത്തിൽ കടർത്തുവാൻ കഴിയും. ഞാൻ അതേക്കുറിച്ച് അന്വേഷിക്കാം. ഡോക്ടർ ഡ്യൂട്ടി നഴ്സിനെ വിളിപ്പിച്ചു. സിസ്റ്റർ, 17ലെ രോഗിക്ക് ഗ്ലൂക്കോസ് കൊടുത്തു. ആരു പറഞ്ഞിട്ടാണ്? ഡോക്ടർ ഫോണിൽ കൂടി പറഞ്ഞില്ലേ? ഞാനോ? അതെ, 10 മണിക്കാണ് കൊടുത്തത്. അപ്പോൾ ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. പിന്നീട് അവരെ കണ്ടോ? ഇല്ല. ഏതോ ഒരു ചതി ഇതിൽ നടന്നു. പക്ഷേ അത് ആരും വിശ്വസിക്കുകയില്ല, ഡോക്ടർ പറഞ്ഞു. അടുത്ത കാലത്ത് ഇത്തരത്തിലൊരു ഡോക്ടർ ഒരു സ്വകാര്യ ഡിസ്പെൻസറിയിൽ ചെയ്തതായി പത്രങ്ങളിൽ വായിച്ചു. പക്ഷേ അത് ആസിഡും ഷുഗറും ചേർത്തായിരുന്നു. പക്ഷേ ഇത് ഒരു ശാസ്ത്രജ്ഞന് മാത്രമേ കഴിയുകയുള്ളൂ. ഗ്ലൂക്കോസ് ബോട്ടിൽ മാറ്റിയ ശേഷം ലിക്വിഡ് ഫോസ്ഫറസ് രക്തത്തിൽ കലർത്തിയിട്ടുണ്ട്. ഡോക്ടർ അപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് അടങ്ങിയ ഫയൽ നിവർത്തി. ഡോക്ടറുടെ നിഗമനം ശരിയായിരുന്നു. പുഷ്പരാജ് ഹോസ്പിറ്റലിൽ നിന്നും ബാനർജിക്ക് ഫോൺ ചെയ്ത് വിവരമറിയിച്ചു. വളരെ രഹസ്യമായി അന്വേഷണം നടത്തുവാൻ അദ്ദേഹം ഏർപ്പാടുകൾ ചെയ്തു. അടുത്ത ദിവസം പുറത്തുവന്ന സായാഹ്ന പത്രങ്ങളിൽ ഭീതിജനകമായ ആ സംഭവം ഒരു ഭീകരൻ കഥ പോലെ പ്രത്യക്ഷപ്പെട്ടു. വായിച്ചവർ നടുങ്ങി. നഗരത്തിൽ ഭയാനകമായ ഒരു അനുഭവം രൂപം കൊണ്ടു. വൈകുന്നേരം 5 മണി കഴിഞ്ഞു. ഡിറ്റക്റ്റീവ് പുഷ്പരാജിന് ഒരു ഫോൺ വന്നു. അധ്യായം 15. ആ യോഗീശ്വരൻ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു. നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ കിഴക്ക് വളരെ നാൾ ആൾതാമസമില്ലാതെ കിടന്നിരുന്ന ഒരു കെട്ടിടമാണ് അദ്ദേഹം തന്റെ ആശ്രമമായി തിരഞ്ഞെടുത്തത്. പലതരത്തിലുള്ള അത്ഭുത സിദ്ധികൾ അദ്ദേഹത്തിനുണ്ടെന്ന് ഒരു പ്രചരണവുമുണ്ടായി. അടുത്ത ദിവസം രാവിലെ ഇറങ്ങിയ മിക്ക പത്രങ്ങളും യോഗീവര്യനെ കുറിച്ചുള്ള വാർത്തയുണ്ടായിരുന്നു. പരകായ പ്രവേശനം, ബാധ ഒഴിപ്പിക്കൽ, ഭൂതഭാവി കാര്യങ്ങൾ അനുവദിക്കുക എന്നിവ അദ്ദേഹത്തിനുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് അവിടെ എത്തിയപ്പോൾ സന്ദർശകർ ഉണ്ടായിരുന്നു. മോഹിനിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പരിചാരകന്മാർ എല്ലാവരും ആരോഗ്യ ദൃഢഗാത്രന്മാരായിരുന്നു. അവർ കാവ്യ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ശിരസ് മുണ്ടനം ചെയ്ത് താടിയും മീശയും വടിച്ച് ഒരു വിഗ്രഹം പോലെയാണ് യോഗി അദ്ദേഹത്തിന്റെ പുലിത്തോൽ കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടത്തിൽ ഇരുന്നത്. ഒരു തേജസ് ആ കണ്ണുകളിൽ
പ്രകടമായിരുന്നു. മന്ത്രോച്ചാരണങ്ങൾ അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പത്രക്കാരിൽ ചിലർ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ യോഗിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അത്ഭുതകരങ്ങളായ പല വിവരങ്ങളും അവയിൽ ഉൾക്കൊണ്ടിരുന്നു. ഇതൊക്കെ ശരിയാണോ? പുഷ്പരാജ് ഹോട്ടൽ മുറിയിൽ തിരികെ വന്നപ്പോൾ കൗണ്ടറിൽ നിന്നിരുന്ന 2 ചെറുപ്പക്കാർ പത്രത്തിൽ കണ്ണു നട്ടുകൊണ്ട് പറഞ്ഞു. അവരും ആ വാർത്തയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ശരിയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിശദീകരിച്ചെഴുതുമോ? കൂട്ടുകാരൻ പറഞ്ഞു. മന്ത്രവാദത്തിൽ ഇന്നുള്ളവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. അവരിൽ ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വലിയൊരു സിദ്ധിയുള്ള ആളാണ്. പുഷ്പരാജ് പറഞ്ഞു. താങ്കൾക്കെങ്ങനെ അറിയാം? ചെറുപ്പക്കാരൻ ചോദിച്ചു. ഞാൻ അവിടെ പോയിട്ട് വരികയായിരുന്നു, അദ്ദേഹം പറഞ്ഞു. അവർ അത്ഭുതത്തോടെ പുഷ്പരാജിനെ നോക്കിക്കൊണ്ടിരുന്നു. ഡാലിയയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരുന്നു. ഗ്ലൂക്കോസ് നൽകുമ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന സ്ത്രീ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. കഴിഞ്ഞ സംഭവങ്ങളുമായി തട്ടിച്ചു നോക്കിയപ്പോൾ അതൊക്കെ ശരിയാണെങ്കിൽ സുരേന്ദ്രന്റെ കൊലപാതകം മുതൽ ഇങ്ങോട്ടുള്ള പല സംഭവങ്ങൾക്കും സാരഥ്യം വഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് അവർക്ക് ബോധ്യമായി. സുരേന്ദ്രന്റെ കേസിന്റെ ഒരു പ്രധാന കണ്ണിയായിരുന്നു ഡാലിയ. അതിനുശേഷം നടന്നിട്ടുള്ളതിനും അവൾ കൂട്ടുണ്ടായിരുന്നു. തനിക്ക് എതിരാളികളായി തീർന്നിട്ടുള്ള മനുഷ്യർ അസാധാരണനും അതോടൊപ്പം മാരകങ്ങളായ പല വിഷയങ്ങളും നിർമ്മിക്കുന്ന ഒരാളാണെന്നും പല കൊള്ളകളും ചിലപ്പോൾ ഇതിനകം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഊഹിച്ചു. അങ്ങനെയാണെങ്കിൽ അയാളെ കണ്ടുപിടിക്കുവാൻ ചിലപ്പോൾ അപായകരമായ പല സംഭവങ്ങൾക്കും സാക്ഷിയാകേണ്ടി വന്നേക്കും. ആ യോഗിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഡിറ്റക്റ്റീവ് പുഷ്പരാജിന്റെ അസിസ്റ്റന്റായി ജോലി നോക്കുന്ന മിസ്റ്റർ സുധീർ ചോദിച്ചു. അവിടെ ആരൊക്കെ വരുന്നുണ്ടെന്ന് താങ്കൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് അപരിചിതരായിട്ടുള്ളവരെ ശ്രദ്ധിക്കണം. അവിടെ അനിഷ്ടമായ എന്തെങ്കിലും സംവാദങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ നമുക്കുള്ള ഒരു പദ്ധതി തയ്യാറാക്കണം. ഒരു കാര്യം ചെയ്യൂ, താങ്കൾ ഒരു ശിഷ്യനായി അവിടെ കഴിയുമോ? തീർച്ചയായും. ആ അഭിപ്രായം ഞാൻ അങ്ങോട്ട് പറയുവാൻ തീരുമാനിച്ചതാണ്, സുധീർ പറഞ്ഞു. അതായിരിക്കാം ഉത്തമം, പുഷ്പരാജ് അഭിപ്രായപ്പെട്ടു. റോഷൻ ചക്രവർത്തിയെ അവിടെ ഉൾപ്പെടുത്തുവാൻ മാർഗമുണ്ടോ? സുധീർ ചോദിച്ചു. അത് ഞാൻ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു, മിസ്റ്റർ റോഷൻ ചക്രവർത്തിക്ക് ടെലിപ്പതിയെക്കുറിച്ചും പാരാസൈക്കോളജിയെക്കുറിച്ചും ധാരാളം അറിവുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾക്ക് എളുപ്പമുണ്ട്. സുധീർ പോയി. മോഹിനിയെ പുഷ്പരാജ് ഡോക്ടർ വിശ്വദേവിന്റെ ബംഗ്ലാവിലെത്തിച്ചു. അന്ന് മോഹിനിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയുള്ള ദിവസമാണ്. മണി 11 കഴിഞ്ഞു. റോഷൻ ചക്രവർത്തി റോഷൻ ചക്രവർത്തിക്ക് ടെലിപ്പതിയെക്കുറിച്ചും പാരാസൈക്കോളജിയെക്കുറിച്ചും ധാരാളം അറിവുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾക്ക് എളുപ്പമുണ്ട്. സുധീർ പോയി. മോഹിനിയെ പുഷ്പരാജ് ഡോക്ടർ വിശ്വദേവിന്റെ ബംഗ്ലാവിലെത്തിച്ചു. അന്ന് മോഹിനിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയുള്ള ദിവസമാണ്. മണി 11 കഴിഞ്ഞു. റോഷൻ ചക്രവർത്തി നൽകിയ ചില ശാസ്ത്രഗ്രന്ഥങ്ങൾ പുഷ്പരാജ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ചില ഭാഗങ്ങൾ വായിച്ചാൽ പിശാചുക്കളും ദുരാത്മാക്കളും ഉണ്ടെന്ന് തോന്നത്തക്ക രീതിയിലായിരുന്നു വിശദീകരിച്ചിരുന്നത്. മരണത്തോടുകൂടി മനുഷ്യന്റെ ആത്മാവ് നശിക്കുന്നില്ലെന്നും അത് രൂപമില്ലാത്ത അവസ്ഥയിൽ അലഞ്ഞു നടക്കുമെന്നും ദുർബലന്മാരുടെ ശരീരത്തിൽ പ്രവേശിക്കുമെന്നും എഴുതിയിരുന്നു. അതുപോലെ അമാനുഷികമായ ശക്തിയുള്ളവരെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. അലഞ്ഞു തിരിയുന്ന ആത്മാക്കളെ ആവാഹിച്ച് അവയെക്കൊണ്ട് ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യിക്കുവാൻ പണ്ടുള്ള ദുർമന്ത്രവാദികൾക്ക് കഴിഞ്ഞിരുന്നുവെന്ന് അതിൽ പ്രതിപാദിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രം വളർന്നപ്പോൾ അതൊക്കെ മിഥ്യയായി വിധിയെഴുതി. എന്നാൽ അഭൗമികമായ മനുഷ്യശക്തിയുള്ളവർ ഇന്നുമുണ്ടെന്ന് അതിൽ വിവരിച്ചിരുന്നു. അവരെക്കുറിച്ച് ശാസ്ത്രത്തിനു തന്നെ ഒരു തലവേദനയാണ്. മുൻകൂട്ടി പ്രവചനങ്ങൾ നടത്തുന്നവർ ഇന്നുമുണ്ട്. അവർ അത് എങ്ങനെ പറയുന്നുവെന്നത് ശാസ്ത്രത്തിന് ഇപ്പോഴും അജ്ഞാതമാണ്. വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലും ചില കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ അത്ഭുത സിദ്ധികൾ ഉണ്ടെന്ന് പറയുന്നവരെ ആശ്രയിക്കുന്നുണ്ട്. അതിനുള്ള വ്യാഖ്യാനങ്ങൾ പലതാണ്. ഈശ്വരനുണ്ടെങ്കിൽ പിശാചുമുണ്ട്. നന്മയ്ക്ക് തിന്മയും. ആ ഗ്രന്ഥത്തിലെ ഒരധ്യായത്തിന്റെ പേജ് അതായിരുന്നു. പുഷ്പരാജ് വാച്ച് നോക്കി. മണി 12 കഴിഞ്ഞിരിക്കുന്നു. ചാമ്പലായി തീർന്നുപോയ ഡാലിയയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. എത്രമാത്രം സുന്ദരിയായിരുന്നവൾ! അവൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാപാലികന്മാർ അവളെ മൃഗീയമായ രീതിയിൽ കൊന്നുകളഞ്ഞു.
കൊന്നത് മാത്രമല്ല, വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൊന്നു. ശരീരത്തിനുള്ളിൽ അന്തരീക്ഷ സ്പർശം കൊണ്ട് കത്തിയെരിയുന്ന ഫോസ്ഫറസ് കയറ്റിയാണ് അവളെ ദഹിപ്പിച്ചത്. ആ നിലയ്ക്ക് ഈ പ്രവൃത്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരായിരുന്നാലും അവൻ വളരെ ഭീകരനാണ്. അന്നുവരെ കണ്ടുപിടിക്കാത്ത പലതും അവൻ അറിയാം. അവൻ പൈശാചിക ശക്തിയുള്ളവനാണ്. ദുർബലമായ ഒരു ഹൃദയത്തോടുകൂടി ആർക്കും അവനെ നേരിടുക സാധ്യമല്ല. അവന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറെ പിണിയാളുകളും തീർച്ചയായും കാണുവാൻ വഴിയുണ്ട്. അതിൽ സ്ത്രീകൾ ഇനിയും കണ്ടേക്കാം. ഈ സമയം ഫോൺ ബെൽ ശബ്ദിച്ചു. പുഷ്പരാജ് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ റിസീവർ എടുത്തു. റിസപ്ഷനിസ്റ്റിന്റെ ഫോൺ ആയിരുന്നു. ആരോ ഒരു സ്ത്രീ കാണണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു. ആരായിരിക്കും? പുഷ്പരാജ് ചിന്തിച്ചു. ഡാലിയയുടെ ഓർമ്മ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പെട്ടെന്ന് കടന്നു വന്നു. അവളെ തന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. റിസപ്ഷനിസ്റ്റിന് പുഷ്പരാജിനെ അറിയാമായിരുന്നു. ആരെങ്കിലും തന്നെ അന്വേഷിച്ചു വന്നാൽ അത് സ്ത്രീകളാണെങ്കിൽ കൂടി പറഞ്ഞയക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ തട്ടുന്ന ശബ്ദം കേട്ടു. പുഷ്പരാജ് വാതിൽ തുറന്നു. അവൾ അല്പസമയം അറച്ചു നിന്നു. "കടന്നു വരൂ," അദ്ദേഹം പറഞ്ഞു. അവൾ മുറിക്കുള്ളിൽ കടന്നു. പുഷ്പരാജ് വാതിൽ ചാരി തഴുതിട്ടു. അവളുടെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ടായിരുന്നു. "താങ്കളുടെ സ്നേഹിതൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നത്," അവൾ പറഞ്ഞു. "സ്നേഹിതനോ?" പുഷ്പരാജ് ചോദിച്ചു. അധ്യായം 16. "അതെ," അവൾ ഒരു കൂസലും കൂടാതെ പറഞ്ഞു. "ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണുകയില്ലെന്ന് തോന്നുന്നു." പുഷ്പരാജ് കട്ടിലിൽ വന്നിരുന്ന് ടീപ്പോയിൽ വച്ചിരുന്ന സിഗരറ്റ് പാക്കറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു. "അല്ല, നിങ്ങളൊരു കുറ്റാന്വേഷകനാണെന്ന് എനിക്കറിയാം. പേര് പുഷ്പരാജ്. സ്നേഹിതൻ പറയാതെ തന്നെ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്," അവൾ ചിരപരിചിതയെപ്പോലെ പറഞ്ഞു. പുഷ്പരാജ് ഒരു സിഗരറ്റ് എടുത്ത് അതിന് തീ കൊളുത്തി. അലസമായ മുഖഭാവത്തോടെ അവളെ തന്നെ നോക്കിയിരുന്നു. കാഴ്ചയിൽ അവൾക്ക് 20 വയസ്സ് തോന്നിക്കും. ഇളം റോസ് നിറത്തിലുള്ള ഒരു സാരിയും അതിനു ചേർന്ന ബ്ലൗസുമാണ് വേഷം. മുടി ഷാംപൂ പുരട്ടിയതാണ്. സിൽക്ക് നൂലുകൾ പോലെ അത് പിന്നിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. പുറത്ത് പകുതിയിൽ ഒരേ നീളത്തിൽ ചുവരിൽ കത്തി നിൽക്കുന്ന മഞ്ഞ ഷെയ്ഡുള്ള വൈദ്യുതി വിളക്കിന്റെ പ്രകാശം അവളുടെ തലമുടിക്ക് ഒരു പ്രത്യേക ശോഭ വിതറുന്നു. ഭംഗിയുള്ള നാസികയും ആകർഷണീയങ്ങളായ കണ്ണുകളും അവൾക്കുണ്ട്. അധികം ചടച്ചിട്ടില്ലാത്ത ശരീരമാണ്. യൗവനം അവളിൽ കത്തിപ്പടർന്നു നിൽക്കുകയാണ്. ഈ അർദ്ധരാത്രിയിൽ അവൾ തന്നെ കാണുവാൻ വന്നത് വെറുതെ ആവില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്തെങ്കിലും പ്രത്യേകമായ ഉദ്ദേശ്യം അതിന് പിന്നിൽ കാണാതിരിക്കുകയില്ല. സുഹൃത്തെന്ന് അവൾ ഉദ്ദേശിക്കുന്നത് ഡിറ്റക്റ്റീവ് സുധീർ ആയിരിക്കുമെന്ന് അദ്ദേഹം കരുതി. യോഗിയെ സന്ദർശിക്കുവാൻ ആരെങ്കിലും എത്തുകയാണെങ്കിൽ തന്നെ വിവരം അറിയിക്കണമെന്ന് സുധീറിനെ അയാൾ ഏർപ്പാട് ചെയ്തിരുന്നു. "നീ ആരാണ്? അത് പറയൂ," പുഷ്പരാജ് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. "എന്റെ പേര് സുജാത, ഒരു കോൾ ഗേളാണ്," അവൾ നിസ്സങ്കോചം പറഞ്ഞു. "അപ്പോൾ സുജാത എന്നുള്ളത് ഇന്നുള്ള പേരാണല്ലേ?" അവൾ മന്ദഹസിച്ചു. അവളുടെ മന്ദഹാസത്തിനു തന്നെ ഒരു വശ്യത തോന്നി. "അപ്പോൾ സുജാത, ഇന്നങ്ങനെ തന്നെ ഞാൻ വിളിക്കാം. വീണ്ടും കാണുമെങ്കിൽ ഈ പേര് മാത്രമേ വിളിക്കുകയുള്ളൂ. എന്നെ വന്ന് കാണണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? താങ്കളുടെ സുഹൃത്ത് പറഞ്ഞു." "സുഹൃത്തിനെ നേരത്തെ പരിചയമുണ്ടായിരുന്നോ?" "ഇല്ല." "സുഹൃത്തിന്റെ പേരെന്താണ്?" "അതെനിക്കറിഞ്ഞുകൂടാ. ഞാൻ അതൊന്നും ചോദിച്ചില്ല." "സുഹൃത്ത് നിന്നോട് എന്താണ് പറഞ്ഞത്?" "താങ്കൾ ഈ ഹോട്ടലിൽ താമസിക്കുന്നു, മുറിയുടെ നമ്പർ കൂടി പറഞ്ഞു തന്നു." "നീ എവിടെ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്?" "ഞാൻ ആ യോഗിയെ സന്ദർശിക്കുവാൻ പോയതാണ്." "എന്തിനാണ്?" "അദ്ദേഹം വലിയ സിദ്ധികളുള്ള ആളാണെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചറിഞ്ഞു. എനിക്ക് ഒരു ജോലി കിട്ടുമോ എന്നറിയുവാൻ പോയതാണ്." "അതുകൊള്ളാം. എന്നിട്ട്?" "അവിടെ വെച്ച് താങ്കളുടെ സുഹൃത്തുമായി പരിചയപ്പെട്ടു." "നിന്നെ ആരാണ് പറഞ്ഞയച്ചത്?" "ആരും പറഞ്ഞയച്ചതല്ല." "അത് ഞാൻ വിശ്വസിക്കില്ല. നിന്നെ ആരോ പറഞ്ഞയച്ചതാണ്. എന്നെ വന്ന് കാണുന്നതിന് നിനക്ക് നല്ല ഒരു തുക ലഭിച്ചിട്ടുണ്ട്. നീയുമായി ഒരു രാത്രി കഴിഞ്ഞുകൂടിയിട്ടുള്ള ഒരാളാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്. അത് തീർച്ചയാണ്." "ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടത് എന്നാണ്?" പുഷ്പരാജ് വളരെ ലാഘവത്തോടെയാണ് ചോദിച്ചത്. അവൾ അത്ഭുതം വിടർന്ന നയനങ്ങളോടെ പുഷ്പരാജിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. തന്റെ മനോഗതിയും പ്രവൃത്തിയും എത്ര പെട്ടെന്നാണ് ആ മനുഷ്യൻ മനസ്സിലാക്കിയതെന്നായിരുന്നു അവളുടെ മുഖഭാവം സൂചിപ്പിച്ചത്. "ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ട് എത്ര നാളായി?"
പുഷ്പരാജ് ചോദിച്ചു. ആര്? അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നിനക്കറിയാമോ, അടുത്ത കാലത്ത് നടന്നൊരു സംഭവം? നീ ബന്ധപ്പെട്ട മനുഷ്യനുമായി അടുപ്പത്തിലായിരുന്ന ഒരു സ്ത്രീ കത്തിക്കരിഞ്ഞ് ചാമ്പലായി മരിച്ചു. അതും ഹോസ്പിറ്റലിൽ വെച്ച്. വളരെയധികം ബന്ധവസുണ്ടായിട്ടും അവിടെയും ആ കാലന്റെ കൈ നീണ്ടു ചെന്നു. അവളെ എനിക്കും പരിചയമുണ്ടായിരുന്നു. നിന്നെപ്പോലെ ഒരു ദിവസമാണ് അവൾ ഇതുപോലെ കടന്നു വന്നത്. എന്നെ കാണുവാൻ വരുന്നവരുടെ ഗതി അതായിരുന്നു. പുഷ്പരാജ് സിഗരറ്റ് ആഷ്ട്രയിൽ തിരികെ വെച്ചു. ഞാൻ താങ്കളെ കാണുവാൻ വേണ്ടി മാത്രം വന്നതാണ്. താങ്കൾ എന്നെ ഇഷ്ടപ്പെട്ടുവെന്നാണ് സ്നേഹിതൻ പറഞ്ഞത്. അവൾ നിർവികാരിയായി പറഞ്ഞു. പക്ഷെ നിനക്ക് തെറ്റിപ്പോയിരിക്കുന്നു. പാശ്ചാത്യ കുറ്റാന്വേഷണ നോവലുകളിലെ നായകന്മാരുടെ സ്വഭാവം എനിക്കില്ല. ഇനി ഒരുപക്ഷെ നീ ഈ മുറിയിൽ ഒരു രാത്രി കഴിഞ്ഞു കൂടിയെങ്കിൽ പോലും ഞാൻ നീയുമായി ബന്ധപ്പെടില്ല. എന്റെ പുരുഷത്വം ഹോട്ടൽ മുറിക്കുള്ളിൽ അടിയറ വയ്ക്കുവാനുള്ളതല്ല. ഏതായാലും ഇന്ന് രാത്രി നീ ഇവിടെ തന്നെ കിടന്നുകൊള്ളൂ. അതിലെനിക്ക് വിരോധമില്ല. അത് ആ കട്ടിലിൽ കിടന്നുകൊള്ളൂ. ഞാൻ ഇതൊന്ന് വായിക്കട്ടെ. അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന ഗ്രന്ഥമെടുത്തു. അവൾ ബ്രീഫ് കേസ് തുറന്നു. അതിൽ നിന്നും നിശാവസ്ത്രവും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് അവൾ തിരികെ എത്തി. അടിവസ്ത്രങ്ങൾ പോലും അഴിച്ചുവെച്ച് ലോലമായൊരു നൈറ്റ് ഗൗൺ മാത്രമാണ് അവൾ ധരിച്ചിരുന്നത്. കട്ടിലിരുന്ന് ഇരു കൈകളും പിന്നോട്ട് വലിച്ച് മാറിടത്തിന്റെ ആകൃതി ശരിക്കും കാട്ടിയ ശേഷം അവൾ കൈകൾ രണ്ടും ആഞ്ഞുകടഞ്ഞു. അതിനുശേഷം തലയിണ കട്ടിലിൽ ചാരിവെച്ച് മുകളിലേക്ക് ദൃഷ്ടി പായിച്ചുകൊണ്ട് കിടന്നു. മാറിടത്തിന്റെ ആകൃതി ശരിക്കും കാട്ടിയ ശേഷം അവൾ കൈകൾ രണ്ടും ആഞ്ഞുകുടഞ്ഞു. അതിനുശേഷം തലയിണ കട്ടിലിൽ ചാരിവെച്ച് മുകളിലേക്ക് ദൃഷ്ടി പായിച്ചുകൊണ്ട് കിടന്നു. പുഷ്പരാജ് അവളവിടെ കിടക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാതെ പുസ്തകം വായനയിൽ മുഴുകി. അവൾ ഇടയ്ക്കിടെ പുഷ്പരാജിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വാച്ച് നോക്കി. മണി 1:30. ഉറക്കം കൺപോളകളെ ആക്രമിക്കുവാൻ തുടങ്ങിയെങ്കിലും ഇതിനു മുമ്പൊരിക്കലും സംഭവിച്ച കാര്യം ഓർമ്മിച്ച അദ്ദേഹം ഞെട്ടി. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെയാണ് ഡാലിയ തന്റെ തലയ്ക്കടിച്ചത്. അപരിചിതയായ ഒരു യുവതിക്ക് മുറിക്കുള്ളിൽ അഭയം നൽകിയിരിക്കുകയാണ്. സാധാരണ നിലയ്ക്ക് അവളിൽ നിന്നും അപകടങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റോഷൻ ചക്രവർത്തിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ കടന്നുവന്നു. അതുകൊണ്ട് അദ്ദേഹം കഴിവതും ഉറങ്ങാതെ കിടക്കുവാൻ തീരുമാനിച്ചു. ആഷ്ട്രയിൽ സിഗരറ്റ് പുകഞ്ഞുകൊണ്ടിരുന്നു. മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കുന്നു. താൻ വായിച്ചുകൊണ്ടിരിക്കുന്ന 12ാമത്തെ തലക്കെട്ട് അദ്ദേഹം വായിച്ചു. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അവൾ ഒരു ഓപ്പറേഷന് വിധേയയായി രക്തം നൽകിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മരണമടഞ്ഞു. ഡോക്ടർമാർ പരിശോധന പൂർത്തിയാക്കി. ദുഃഖാർത്തരായ മാതാപിതാക്കൾ അവളുടെ മൃതശരീരം പെട്ടിയിലാക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു. വളരെ സന്തോഷത്തോടെ അവർ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവളുടെ മട്ടുമാറി. അവിടെയുള്ള ആരെയും അവൾക്ക് പരിചയമില്ല. തികച്ചും അപരിചിതയെ പോലെയാണ് അവൾ പെരുമാറുന്നത്. ഒരു രാത്രി അവൾ ഇറങ്ങി നടന്നു. പെട്ടെന്നുറക്കമുണർന്ന അവളുടെ മൂത്ത സഹോദരൻ അവളെ പിന്തുടർന്നു. ഇരുളടഞ്ഞ പാതയിൽ കൂടി അവൾ തനിയെ നടന്നു നീങ്ങുകയാണ്. ഏതാണ്ട് 5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ അവളൊരു 4 കെട്ടിന്റെ പടിപ്പുരയിലെത്തി. അത് അകത്തുനിന്ന് പൂട്ടിയിരുന്നു. അമ്മേ അമ്മേ അവൾ വിളിച്ചു. സഹോദരൻ അവളെ പിന്നിൽ നിന്ന് പിടിച്ചു. അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. അവളെ ബലം പ്രയോഗിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. 4 മാസം മുൻപ് ആ 4 കെട്ടിൽ ഒരു മരണം നടന്നിരുന്നു. മണി 2:40. പുഷ്പരാജ് ലൈറ്റ് കെടുത്തി. ജനാലയിൽ കൂടി പുറത്തുള്ള പ്രകാശം കണ്ണാടിച്ചില്ലയിൽ കൂടി അരിച്ചരിച്ച് കടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരനക്കം കേട്ടു. അവൾ കട്ടിലിൽ നിന്നും എണീക്കുന്നത് ഒരു നിഴൽ പോലെ അദ്ദേഹം കണ്ടു. അധ്യായം 17. അവൾ എണീറ്റ് നിൽക്കുന്നു. അവൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത് അറിയുവാൻ വേണ്ടി അദ്ദേഹം നിശ്ചലനായി കട്ടിലിൽ തന്നെ കിടന്നു. അവൾ 2 മിനിറ്റ് അതേ നിലയിൽ തന്നെ നിന്ന ശേഷം പുഷ്പരാജ് കിടന്നിരുന്ന കട്ടിലിന്റെ അടുത്തേക്ക് വരുവാൻ തുടങ്ങി. അവൾ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് അറിയുവാൻ വേണ്ടി അദ്ദേഹം നിശ്ചലനായി കട്ടിലിൽ തന്നെ കിടന്നു. അവൾ 2 മിനിറ്റ് അതേ നിലയിൽ തന്നെ നിന്ന ശേഷം പുഷ്പരാജ് കിടന്നിരുന്ന കട്ടിലിന്റെ അടുത്തേക്ക് വരുവാൻ തുടങ്ങി. അടുത്ത നിമിഷം അദ്ദേഹം ടേബിൾ ലാമ്പിന്റെ സ്വിച്ചിൽ വിരലമർത്തി. വിളക്ക് തെളിഞ്ഞു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് ഞെട്ടിപ്പോയി. അപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നത് ശാലീന സുന്ദരിയായ ആ യുവതിയല്ല.
അതിനു പകരം ബീഭത്സ സ്വരൂപിണിയായ ദുർദേവതയാണ്. താൻ സ്വപ്നം കാണുകയാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അവളുടെ തലമുടി ചിന്നിച്ചിതറി കിടക്കുന്നു. ഷാമ്പൂ പുരട്ടി പട്ടുനൂലുകൾ പോലെയാക്കി അവളുടെ മനോഹരമായ മുടി സ്വർണനാഗങ്ങളെ പോലെ ചലിച്ചു. അത് തുറന്നിട്ട ജാലകത്തിൽ കൂടി അപ്പോൾ അടിച്ചുകൊണ്ടിരുന്ന തണുത്ത കാറ്റിൽ പിണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ നയനങ്ങൾ സർപ്പദൃഷ്ടികൾ പോലെ കാണപ്പെട്ടു. തന്നെ സംഹരിക്കുവാൻ തയ്യാറെടുത്തതുപോലെ അവൾ മുന്നോട്ട് വന്നു. പെട്ടെന്ന് പുഷ്പരാജിന് ഒരു യുക്തി തോന്നി. അദ്ദേഹം തന്റെ മിനി ക്യാമറ തലയിണയുടെ അടിയിൽ നിന്നെടുത്ത് ക്ലിക്ക് ചെയ്തു. ഫ്ലാഷ് ലൈറ്റ് അവളുടെ മുഖത്ത് പതിഞ്ഞപ്പോൾ കൂടുതൽ ഭീകരമായി തോന്നി. അവൾ പിന്നോട്ട് മാറി. ക്യാമറ പഴയ സ്ഥാനത്ത് വച്ച ശേഷം അദ്ദേഹം എണീറ്റു. അവൾ നിശ്ചലയായി നിൽക്കുകയാണ്. ഏതു തരത്തിലാണ് അവളെ നേരിടേണ്ടതെന്ന് ചിന്തിച്ചു. അദ്ദേഹം ഒരു നിമിഷം നിന്നു. പെട്ടെന്ന് ഒരു യുക്തി തോന്നി. ഇടതു കൈകൊണ്ട് കിടക്കയുടെ കാൽ വയ്ക്കുന്ന ഭാഗത്ത് മടക്കി വച്ചിരുന്ന വിരിപ്പെടുത്ത് ഒരു വലവീശുകാരന്റെ കരവിരുതോടെ അദ്ദേഹം അവളുടെ നേർക്കെറിഞ്ഞു. അത് ശരിക്കും ഫലിച്ചു. അവൾ അതിനുള്ളിലായി ഞൊടിയിട കൊണ്ട് അദ്ദേഹം അവളെ കടന്നു പിടിച്ചു. ബെഡ്ഷീറ്റിനുള്ളിൽ ചുരുട്ടി കട്ടിലിലേക്ക് എറിഞ്ഞു. എണീറ്റാൽ അവളെ അമർത്തുവാൻ തയ്യാറായി അദ്ദേഹം നിന്നു. അവൾ കിടക്കയിൽ വീണു. അദ്ദേഹം അവളുടെ ഷീറ്റിൽ പൊതിഞ്ഞ രൂപത്തെ തന്നെ ദൃഷ്ടി പതറാതെ നോക്കി നിന്നു. അവൾ അനങ്ങിയില്ല. പുഷ്പരാജ് അടുത്തു ചെന്നു. അദ്ദേഹം ബെഡ്ഷീറ്റ് അഴിച്ചെടുത്തു. അതിനുശേഷം അവളെ നോക്കി. അവൾ ഉറങ്ങുന്നു. അല്പം മുൻപ് അവളിൽ അങ്ങനെയൊരു ഭാവമാറ്റം ഉണ്ടായതായി യാതൊരു ലക്ഷണവും മുഖത്തു കാണുവാനില്ല. വളരെ ശാന്തമായി അവൾ ഉറങ്ങുകയാണ്. അവളെ ഉണർത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അവളെ വിളിച്ചു. എണീക്കൂ. അല്പം തണുത്ത വെള്ളം മുഖത്ത് തളിച്ച ശേഷം അവളെ വീണ്ടും വിളിച്ചു. അവൾ ഞെട്ടി ഉണർന്നു. എന്താണ്? അവൾ ചോദിച്ചു. നീ സ്വപ്നം കണ്ടുവോ? അദ്ദേഹം തിരക്കി. ഇല്ല, ഞാനൊന്നും കണ്ടില്ല. ഇല്ലേ, നീ അങ്ങനെ തന്നെ നിൽക്കൂ. പുഷ്പരാജ് ക്യാമറ എടുത്തു വീണ്ടും ക്ലിക്ക് ചെയ്തു. എന്തിനാണ് ഈ രാത്രിയിൽ എന്റെ ഫോട്ടോ എടുക്കുന്നത്? അവൾ ചോദിച്ചു. ആവശ്യമുണ്ട്, നാളെ പറയാം, നീ ഉറങ്ങിക്കോളൂ, അദ്ദേഹം പറഞ്ഞു. അവൾ വീണ്ടും കിടന്നു. പുഷ്പരാജ് തന്റെ ബ്രീഫ് കേസിൽ നിന്നും 2 വിലങ്ങുകൾ എടുത്തു. അവളുടെ ഇരു കൈകളും കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ചു. രാത്രി താൻ ഉറങ്ങുമ്പോൾ വീണ്ടും തന്നെ ഉപദ്രവിക്കാതിരിക്കുവാനുള്ള ഒരു മുൻകരുതലായിരുന്നത്. രാവിലെ 6 മണിക്ക് അദ്ദേഹം ഉണർന്നു. അവൾ അപ്പോഴും ഉറക്കമായിരുന്നു. അവൾ അറിയാതെ അദ്ദേഹം വിലങ്ങുകൾ അഴിച്ചുമാറ്റി. ബോയ് കാപ്പി കൊണ്ടുവന്നു. പുഷ്പരാജ് ക്യാമറയോടൊപ്പം ഒരെഴുത്തും ബോയിയുടെ കയ്യിൽ കൊടുത്തു. അതെത്തിക്കുവാനുള്ള സ്റ്റുഡിയോയുടെ പേര് പറഞ്ഞുകൊടുത്തു. ബെഡ് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും തലേ രാത്രിയിൽ നടന്ന സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ സ്മൃതിമണ്ഡലത്തിൽ കടന്നു വന്നത്. അങ്ങനെ ഒരു അനുഭവം തനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ ചീഫ് ബാനർജി പോലും സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഫോട്ടോ എടുത്തത്. മണി 7 ആയപ്പോൾ അവൾ എണീറ്റു. അവളുടെ മുഖത്ത് ആലസ്യം നിറഞ്ഞിരുന്നു. ഇതെന്താണ് എന്റെ കൈകളിൽ? അവൾ ഭയചകിതയായി ചോദിച്ചു. പുഷ്പരാജ് അവളുടെ കൈകളിലേക്ക് നോക്കി. വിലങ്ങ് വീണതുപോലെ ഉരഞ്ഞു. അവളുടെ കൈകളിൽ പാട് വീണിരിക്കുന്നു. കാപ്പി കുടിക്കൂ, എല്ലാം ഞാൻ പറയാം, പുഷ്പരാജ് പറഞ്ഞു. അവൾ ബാത്റൂമിൽ പോയി തിരികെ വന്നു. അതിനുശേഷം വാഷ് ബേസിനിൽ മുഖവും കഴുകി. കാപ്പി കുടിച്ചു. ഇന്നലെ രാത്രി നടന്നതൊന്നും നിനക്ക് ഓർമ്മയില്ല അല്ലേ? അദ്ദേഹം ചോദിച്ചു. ഇല്ല. ഇന്ന് നിന്റെ പേരെന്താണ്? സർ, എന്റെ ശരിയായ പേര് റാണി എന്നാണ്. ഇന്നലെ ഞാൻ പറഞ്ഞത് കളവാണ്. ശരി, ഇന്ന് നീ റാണി തന്നെയായിരിക്കും. അതൊക്കെ പോകട്ടെ, നീ കുളിക്കൂ, അതുവരെ ഞാൻ പത്രം വായിക്കാം, അദ്ദേഹം പറഞ്ഞു. അവൾ മറുപടി പറയാതെ ബാത്റൂമിലേക്ക് പോയി. തിരികെ വന്നപ്പോഴും അവൾ നിശാവസ്ത്രത്തിലായിരുന്നു. തന്നെ എങ്ങനെയെങ്കിലും ആകർഷിക്കണമെന്ന് അവൾക്ക് നിർബന്ധമുള്ളതുപോലെ പുഷ്പരാജിന് തോന്നി. മിസ് റാണി, ഇന്നത്തെ പേരിൽ തന്നെ വിളിക്കാം. എന്നെ കാണുവാൻ പറഞ്ഞയച്ചത് അയാൾ തന്നെയല്ലേ? പുഷ്പരാജ് ചോദിച്ചു. അതെ. അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? താങ്കളെ പരിചയപ്പെടണമെന്നു മാത്രം. ഇന്നലെ രാത്രി ഇവിടെ കിടക്കുവാൻ ഞാൻ നിർബന്ധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? എന്നെ പുറത്താക്കുകയില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഓ, അത് ശരി. പക്ഷെ നീ വിചാരിച്ച ആളല്ല ഞാനെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. പക്ഷെ താങ്കൾ ബോധപൂർവം അങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടതാണ്. കൊള്ളാം, നീ മിടുക്കിയാണ്. നിന്റെ കൈകളിലെ ആ പാടുകൾ എന്താണെന്ന് നീ അന്വേഷിച്ചല്ലോ. അതെ. ഇതെന്താണ്? എന്നെ ചങ്ങലയിൽ പൂട്ടിയതുപോലെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ അത്ഭുതത്തോടെ നോക്കി. നിനക്ക് സ്വപ്നാടനമെന്ന രോഗമുണ്ടോ? എന്നുവച്ചാൽ രാത്രി അബോധാവസ്ഥയിൽ ഇറങ്ങി നടക്കുക. ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ നിനക്ക് ഇന്നലെ ആ രോഗമുണ്ടായി. എന്ത്? അവൾ ഉത്കണ്ഠാകുലയായി. അതെ, നീ രാത്രി ഉഗ്രരൂപിണിയായി എന്നെ ആക്രമിക്കുവാൻ വന്നു.
ഏതോ അജ്ഞാതമായ ശക്തിക്ക് വശംവദയായി നീ അതിനൊരുങ്ങി. നിന്നെ അനുപ്രാപിച്ചിട്ടുള്ള മനുഷ്യൻ അസാധാരണമായ അമാനുഷികമായ കഴിവുകളുള്ള ആളാണ്. ആ മനുഷ്യൻ ഇപ്പോൾ ഈ നഗരത്തിൽ ഒരാശ്രമം സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീ അയാളെ അറിഞ്ഞെന്നു വരില്ല. ശരിയാണോ? അതെ. ഞാൻ താങ്കളെ ഉപദ്രവിക്കുവാൻ വന്നെന്നോ? അതിന് താങ്കൾ എന്തു ചെയ്തു? രാത്രി നിന്നെ ഞാൻ ബന്ധിച്ചു. നീ ഇന്ന് ആ മനുഷ്യന്റെ അടിമയാണ്. അയാളിൽ നിന്നും നീ രക്ഷ പ്രാപിക്കണം. ഇല്ലെങ്കിൽ നീ വീണ്ടും അപകടത്തിലാവും. അതിനെന്താണ് വഴി? നീ ആശ്രമത്തിൽ കൂടണം. അയാളുടെ രഹസ്യങ്ങൾ അറിയണം. അവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കണം. ഇനി നമുക്ക് ആഹാരം കഴിക്കാം. പുഷ്പരാജ് താഴേക്ക് ഫോൺ ചെയ്തു. മണി 9 കഴിഞ്ഞു. ഹോട്ടൽ ബോയ് രാവിലത്തെ ഭക്ഷണവുമായി വന്നു. സാർ, ഫോട്ടോ കൊടുത്തയച്ചു. അദ്ദേഹം ആ കവർ വാങ്ങി തുറന്നു. ഇതാ നോക്കൂ. പുഷ്പരാജ് ഒരു ഫോട്ടോ അവളുടെ കയ്യിൽ കൊടുത്തു. അതുകണ്ട് അവൾ ഞെട്ടി വിറച്ചുപോയി. ഇത് ഞാൻ? അവൾ പതറി. ഇന്നലെ രാത്രി നിന്റെ രൂപം ഇതായിരുന്നു. എന്ത്? അവൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അന്ന് സന്ധ്യയായപ്പോൾ റാണിയെ ആശ്രമത്തിൽ പുഷ്പരാജ് എത്തിച്ചു. അധ്യായം 18. അവൾക്ക് ആശ്രമത്തിൽ ഒരു മുറി പ്രത്യേകമായി ലഭിച്ചു. രാത്രി 9 മണിയായപ്പോൾ യോഗി അവളെ തന്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. നിനക്കെന്നെ പരിചയമുണ്ടോ? യോഗി ചോദിച്ചു. ഇല്ല, ഞാൻ ആദ്യം കാണുകയാണ്, അവൾ പറഞ്ഞു. ശരിയാണ്, നീ എന്നെ ആദ്യം കാണുകയാണ്, യോഗി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ നീ എന്നെയല്ല കണ്ടിരിക്കുന്നതല്ലേ? അതെ, പക്ഷെ നിനക്ക് പരിചയമുള്ള ഒരാൾ ഇവിടെ വരും. യോഗി അവളോട് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു. രാത്രി മണി 11. പുഷ്പരാജ് ആ പഴയ കൊട്ടാരത്തിലേക്ക് കാർ ഓടിച്ചു പോവുകയായിരുന്നു. അതുവരെയുള്ള ഓരോ സംഭവങ്ങളെയും വിലയിരുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഇരുന്നത്. സുരേന്ദ്രന്റെ മരണം, അതിൽ രതീഷിനുള്ള പങ്ക്, ഹോട്ടലിൽ വെച്ച് രഘുനാഥ് കൊല്ലപ്പെട്ടത്, കൂടെ അയാളുടെ ഭാര്യ പൂർണിമയും ഡാലിയ കരിഞ്ഞു ചാമ്പലായി തീർന്നത്. സാധാരണ നിലയിൽ ഈ സംഭവങ്ങൾ ഭൂതപ്രേത പിശാചുകളുടെ ആക്രമണങ്ങൾ കൊണ്ടാണെന്നേ സാധാരണ ജനങ്ങൾ പറയുകയുള്ളൂ. ഇതിൽ ശാസ്ത്രീയ പര്യവേഷങ്ങൾ നൽകിയാൽ പോലും സാധാരണക്കാർ വിശ്വസിക്കുകയില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ അസാധാരണമാണെന്ന് പുഷ്പരാജിന് വ്യക്തമായി അറിയാം. എന്നാൽ ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന്, പ്രതിയെ ഏതു വിധത്തിലാണ് പിടികൂടേണ്ടതെന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ലായിരുന്നു. അതേസമയം കുറ്റവാളി തന്നെ വകവരുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഒരു വിധത്തിൽ അതൊരു ഭാഗ്യമാണ്. സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ അത്തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും അതിനെ നേരിടുക എളുപ്പമാണ്. പക്ഷെ ഈ കേസിൽ വിചിത്രമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. തലേ രാത്രിയിൽ ആ യുവതി തന്നെ വധിക്കുവാൻ ശ്രമിച്ച രംഗം പുഷ്പരാജിന്റെ ചിന്താസരണിയിൽ കടന്നുവന്നു. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ അബോധാവസ്ഥയിലാണ് അതിന് തുനിഞ്ഞത്. അവളെ അതിന് പ്രേരിപ്പിച്ച ശക്തി എന്താണ്? കാർ പ്രധാന പാത വിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു. ടാർ ചെയ്യാത്ത റോഡാണ്. ഇരുവശവും കുറ്റിച്ചെടികൾ വളർന്ന് റോഡിലേക്ക് കുമിഞ്ഞു കിടക്കുകയാണ്. ഒരു ഗുഹയ്ക്കുള്ളിൽ കൂടിയാണ് കാർ സഞ്ചരിക്കുന്നതെന്ന പ്രതീതിയാണ് ഉണ്ടാവുക. അങ്ങോട്ടേക്ക് മറ്റൊരു വഴിയുണ്ട്. അതിൽ കൂടിയാണ് അന്ന് പോയത്. ആ രാത്രിയിൽ ബാനർജിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റിൽ പ്രകാശം കണ്ടത്. അതുകൊണ്ടാണ് ആ വഴി പുഷ്പരാജ് ഉപേക്ഷിച്ചത്. ഇപ്പോൾ പോകുന്ന പാത സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. രാജാക്കന്മാരുടെ കാലത്തുള്ള വഴിയായിരുന്നു. രാജവംശത്തിന്റെ അന്തർധാനത്തോടെ ആ പാതകൾ ഉപയോഗശൂന്യങ്ങളായി തീർന്നു. കുറ്റിച്ചെടികളുടെ ചില്ലകളിൽ കാറ്റിന്റെ പ്രകാശം തങ്ങി നിന്നതുകൊണ്ട് മുന്നോട്ടുള്ള മാർഗം ദൃഷ്ടിഗോചരമായിരുന്നില്ല. വകഞ്ഞു മാറ്റുന്നതുപോലെ അവയുടെ തലപ്പുകൾ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. അന്നു രാത്രി കൊട്ടാരത്തിൽ വെച്ച് ഒരു രഹസ്യ സമ്മേളനം നടക്കുന്നുണ്ട്. ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റോഷൻ ചക്രവർത്തി അതിൽ പങ്കെടുക്കുന്നതാണ്. കൂടാതെ ഡോക്ടർ അബ്ദുൾ സമദും ഡോക്ടർ മോഹിനിയും ഉണ്ടായിരിക്കുന്നതാണ്. പെട്ടെന്ന് പുഷ്പരാജിന്റെ മുന്നിൽ ഒരു വെളുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് മുന്നോട്ട് നീങ്ങുകയാണ്. കാറിന്റെ അതേ വേഗത്തിൽ തന്നെയാണ് ആ രൂപവും. അത് ഒരു സ്ത്രീ രൂപമാണെന്ന് പുഷ്പരാജിന് തോന്നി. പക്ഷെ അതിന്റെ വേഗത അത്ഭുതാവഹമായിരുന്നു. വഴി വളരെ ദുർഘടമായിരുന്നെങ്കിലും ആ രൂപം അതൊന്നും വകവയ്ക്കാതെ അതിവേഗം പായുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അതിനെ പിടിക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു.
പുഷ്പരാജിന്റെ കാൽ ആക്സിലേറ്ററിൽ അല്പം കൂടി അമർന്നു. ഒരിരമ്പലോടെ കാർ മുന്നോട്ട് പാഞ്ഞു. പഴയ ആ കൊട്ടാരം അടുക്കാറായി. അതിന്റെ പിൻവശത്തുള്ള ഗേറ്റിനടുത്ത് കാർ നിന്നു. പുഷ്പരാജ് തോക്കുമായി പുറത്തു ചാടി. താൻ കണ്ട രൂപത്തിന്റെ പിന്നാലെയോടി. പക്ഷെ അത് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. പുഷ്പരാജ് അന്വേഷണം മതിയാക്കി കൊട്ടാരത്തിൽ കടന്നു. കത്തിച്ചുവെച്ച ഒരു ചിമ്മിനി വിളക്കിന് ചുറ്റുമായി അവർ 4 പേരും ഇരുന്നിരുന്നു. പുഷ്പരാജിനെ കണ്ടപ്പോൾ മോഹിനിയുടെ മുഖം കത്തിച്ചുവെച്ച ഒരു ചിമ്മിനി വിളക്കിന് ചുറ്റുമായി അവർ 4 പേരും ഇരുന്നിരുന്നു. പുഷ്പരാജിനെ കണ്ടപ്പോൾ മോഹിനിയുടെ മുഖം വികസിച്ചു. വഴിയിൽ എന്തെങ്കിലും സംഭവമുണ്ടായോ? റോഷൻ ചക്രവർത്തി ചോദിച്ചു. തനിക്കുണ്ടായ അനുഭവം അദ്ദേഹം വിവരിച്ചു. അത് അവന്റെ നാടകമാണ്, ചക്രവർത്തി പറഞ്ഞു. അസാധാരണമായ ആ ശക്തിയുടെ ഉടമയെ കണ്ടുപിടിക്കുവാൻ അവർ ഒരു പ്ലാൻ തയ്യാറാക്കുവാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടു. ആ മനുഷ്യൻ ഇവിടെ തന്നെയുണ്ട്, അധിക ദൂരത്തിലല്ല അയാൾ താമസിക്കുന്നത്, റോഷൻ തുടർന്നു. പുഷ്പരാജ് ഒരു ചാർട്ടിൽ അയാളുണ്ടെന്ന് വിശ്വസിക്കുന്നതായി സങ്കല്പിച്ച് ഒരു ഭാഗത്ത് അടയാളമിട്ടു. പണ്ട് കാലത്തും ടെലപ്പതി നിലവിലിരുന്നതായി ചില പ്രേതകഥകളിൽ കൂടി നമുക്കറിവുള്ളതാണ്. ഡോക്ടർ സമദ് ഒരഭിപ്രായം പറഞ്ഞു. എങ്ങനെ? ഡോക്ടർ മോഹിനി തിരക്കി. സ്റ്റോക്കറുടെ ഡ്രാക്കുള രക്തം കുടിക്കുന്ന സ്ത്രീകളിൽ കൂടി അവൻ ആ ഭാഗത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അതിലെ കഥാപാത്രമായ മീന ഹാർക്കറുടെ ചരിത്രം അത് വെളിവാക്കുന്നു. അതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ടെലപ്പതി നിലവിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതൊരു പൈശാചിക വേഷം നൽകിയാണ് അവതരിപ്പിച്ചത്. ഇന്നാണ് അതിനൊരു ശാസ്ത്രീയ രൂപമുണ്ടായത്. മനുഷ്യരിൽ ചിലർക്ക് ഇത്തരത്തിലുള്ള വിൽ പവറുകളുണ്ട്. വൈദ്യുതി തരംഗങ്ങൾ പോലെ പുറപ്പെടുന്ന അദൃശ്യമായൊരു ശക്തിയാണ് അതിന്റെ പിന്നിലുള്ളത്. ശരിയാണ് ഡോക്ടർ സമദ്, റോഷൻ ചക്രവർത്തി അതിനോട് അനുകൂലിച്ചു. പിന്നെ ഒരു കാര്യം, ഇങ്ങനെയുള്ളവൻ ഹിപ്നോട്ടൈസിന് വിധേയരാകുന്നില്ല. അവരുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ അപഗ്രഥിക്കുവാൻ പ്രയാസമാണ്. ആശ്രമത്തിലെ വിവരങ്ങൾ എന്താണ്? ചീഫ് ചോദിച്ചു. അവിടെ പുതുതായി ഒരു അതിഥി എത്തിയിട്ടുണ്ട്. അയാൾ ആരാണ്? പുഷ്പരാജ് തിരക്കി. അയാൾ ഒരു ആംഗ്ലോ ഇന്ത്യനാണ്. ആൾ എങ്ങനെയുണ്ട്? ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു. ചീഫ് തുടർന്നു. സുധീറാണ് വിവരം നൽകിയത്. യോഗിയുമായി അയാൾ ബന്ധപ്പെടുവാൻ ശ്രമിച്ചു. പക്ഷേ യോഗി സമ്മതിച്ചില്ല. കാരണം യോഗിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല. യോഗിയുടെ രഹസ്യങ്ങൾ അയാൾ ചോർത്തിയെടുക്കുമോ എന്നാണ് പേടി. അയാൾ എവിടെ നിന്നാണ് വന്നത്? അതറിഞ്ഞുകൂടാ. ആൾ മധ്യവയസ്കനാണ്, ചീഫ് പറഞ്ഞു. അയാളുമായി പരിചയപ്പെടണം, പുഷ്പരാജ് തീരുമാനിച്ചു. എവിടെയാണ് അയാൾ താമസിക്കുന്നത്? പുഷ്പരാജ് ചോദിച്ചു. ഇപ്പോൾ ആശ്രമത്തിൽ തന്നെയാണ്. ഇന്റർപോളിന്റെ ആരെങ്കിലുമാണോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ വിവരം ഞാൻ അറിയുമായിരുന്നു. ഇന്ന് ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു. സംഗതി നാം രഹസ്യമായി അന്വേഷിക്കുവാനാണ് നിർദ്ദേശം. ബാനർജി തന്റെ ഡയറി തുറന്നു. സോളാർ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ സോണൽ മാനേജർ 12 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് മാറി പണമെടുത്തു. ചീഫ് സിഗാറിന്റെ ചാരം ആഷ്ട്രയിൽ തട്ടിയിട്ടുകൊണ്ട് പറഞ്ഞു. അതിൽ എന്താണ് അത്ഭുതമെന്ന് കരുതി പുഷ്പരാജ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. അതിൽ അത്ഭുതമുണ്ട്. അതുകൊണ്ടാണല്ലോ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. 2 മണിക്ക് മറ്റൊരു ചെക്ക് മാറുവാൻ ചെന്നപ്പോൾ 2 ലക്ഷം രൂപ ഓവർ ഡ്രാഫ്റ്റ് നൽകിക്കഴിഞ്ഞുവെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞു. അപ്പോഴാണ് 12 ലക്ഷം രൂപയുടെ ചെക്കിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത്. അത് ക്യാഷ് ചെക്ക് ആയിരുന്നുവത്രേ. കമ്പനിയിലെ ശിപ്പായിമാരാരും ബാങ്കിൽ പോയിട്ടില്ല. ശമ്പളവും ബോണസും മറ്റും കൊടുക്കുന്ന സമയമായതുകൊണ്ട് അധികൃതർ ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ആ ചെക്ക് അവൻ തന്നെ നേരിട്ട് മാനേജരെ കൊണ്ട് ഒപ്പിടിവിച്ചു വാങ്ങിയതായിരിക്കും. പുഷ്പരാജ് തന്റെ അനുമാനം പറഞ്ഞു. അതെ, അങ്ങനെയാണ് നടന്നിട്ടുള്ളത്, ചീഫ് അനുകൂലിച്ചു. അടുത്ത നിമിഷം കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്ത് ഒരു സ്ഫോടനം നടക്കുന്ന ശബ്ദം കേട്ടു. കൊട്ടാരം ആകെ ഉലഞ്ഞാടി. വേഗം വേഗം! പുഷ്പരാജ് മോഹിനിയുടെ കൈ പിടിച്ചുകൊണ്ട് താഴേക്കോടി. അദ്ദേഹത്തെ മറ്റുള്ളവർ അനുഗമിച്ചു.